സംസ്ഥാന ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു സർക്കാർ. PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന തസ്തികകളിലേക്കുള്ള പരീക്ഷകളിൽ അട്ടിമറി നടന്നെന്ന വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുകൊണ്ടുവന്നത്. മൂല്യനിർണ്ണയത്തിലടക്കം ഗുരുതര ക്രമക്കേട് നടന്നെന്നും KS അടക്കം ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളിലും പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ്, ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. പരീക്ഷ സംബന്ധിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അതിൻ്റെ പരാതിയും മറ്റു കാര്യങ്ങളും ലഭ്യമായതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ 27-നാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ എന്നീ തസ്തികകളിലേക്കുള്ള പൊതുവിവരണാത്മക പരീക്ഷകളിലെ ഗുരുതര ക്രമക്കേടും അട്ടിമറിയും സകല തെളിവുകളുമടക്കം ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. പേപ്പർ 1-ൽ പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെയും 9 മുതൽ 18 വരെയുള്ള 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ അപ്പാടെ ഒഴിവാക്കപ്പെട്ടു എന്ന ന്യൂസ് മലയാളം വാർത്ത സകലരെയും അമ്പരപ്പിച്ചു. റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാർക്ക് ഒഴിവാക്കിയത്, ഉദ്യോഗാർത്ഥികൾ പണമടച്ച് അപേക്ഷ നൽകിയിട്ടും ഉത്തരക്കടലാസുകൾ ദുരൂഹമായി മറച്ചുവെച്ചത്, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും ഒന്നൊന്നായി തള്ളിയത്, പ്രതിമാസം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള തസ്തികകളിൽ ഇടതു സംഘടനാ നേതാക്കൾക്ക് നിയമന ശുപാർശ കൈമാറിയത് എല്ലാം ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നു. വാർത്തയ്ക്ക് പിന്നാലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ PSCയോടും സർക്കാരിനോടും 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. പ്രതിരോധത്തിലായ PSC ജൂൺ 29-ന് അടിയന്തര യോഗം ചേർന്ന് റാങ്ക് ലിസ്റ്റുകൾ മരവിപ്പിക്കാനും 228 ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ പുനർമൂല്യനിർണ്ണയം നടത്താനും തീരുമാനമെടുത്തു. വാർത്തയുടെ ആദ്യ ഇമ്പാക്ട്: അന്വേഷണം ആഭ്യന്തര വിജിലൻസിനെ ഏൽപ്പിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചുവെങ്കിലും പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയ PSC ചെയർമാൻ MR ബൈജുവിന്റെ നടപടി പിന്നാലെ വിവാദമായി. കടുത്ത എതിർപ്പുയർന്നതോടെ ആഭ്യന്തര വിജിലൻസ് SP സിനി F ഡെന്നിസിന് തന്നെ അന്വേഷണം കൈമാറാൻ ചെയർമാൻ നിർബന്ധിതനായി. പക്ഷേ മൂല്യനിർണ്ണയത്തിലെ പിഴവും ഇതിനു പിന്നിലെ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരാൻ ആഭ്യന്തര അന്വേഷണത്തിന് പരിമിതികൾ ഉണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. PSCക്ക് വന്നിട്ടില്ല. PSC എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിക്കും, അയാൾ അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. ഉദ്യോഗാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടിയ ഉദ്യോഗസ്ഥരിലേക്കും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം നീളും. അനുരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.